നമസ്കാരം. ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെ വളർന്നു വരുന്ന ഒരു സമയത്ത് പലരും ബുദ്ധിമുട്ടുന്നൊരു കാര്യം അവരുടെ ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഇതിനായി പലപ്പോഴും ഒറ്റമൂലികളും മറ്റും മാർക്കറ്റിൽ സജീവമാണ്. പക്ഷേ ഇവയൊക്കെ തന്നെ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിച്ചുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനും മികച്ച ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും നമുക്ക് കഴിയും എന്നാണ് ലോകത്തെ പ്രശസ്തരായ ഡയറ്റീഷ്യന്മാരൊക്കെ തന്നെ ഇപ്പോഴും പറയുന്നത്. ഏത് സമയത്താണ് നമ്മൾ പോഷകസമൃദ്ധമായ കൂടുതൽ ആഹാരം കഴിക്കേണ്ടതെന്നും ഏത് സമയത്താണ് നമ്മൾ വളരെ കുറച്ച് ആഹാരം കഴിക്കേണ്ടതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇക്കാര്യം എളുപ്പമാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പലരും പറയാറുള്ളത് നമ്മൾ പ്രാതൽ ഗംഭീരമായി കഴിക്കണം എന്നാണ്. രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പണ്ട് മുതലുള്ള നമ്മുടെ പൂർവികർ പറയാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. രാവിലെ നിങ്ങൾ പ്രാതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 5 മണിക്കൂറിന് ശേഷം മാത്രം മതി ഉച്ചഭക്ഷണം കഴിക്കുന്നത് എന്നാണ് ഈ ഡയറ്റീഷ്യന്മാർ ഇപ്പോൾ നമ്മോട് പറയുന്നത്. നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതല്ല, നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് പ്രസക്തി എന്നാണ് ഇപ്പോൾ പല ഗവേഷണങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതല്ല, ഏതൊക്കെ സമയത്ത് കഴിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാതൽ കഴിഞ്ഞാൽ 4-5 മണിക്കൂറിന് ശേഷം മാത്രമേ ഉച്ചഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ പ്രാതലും അത്താഴും തമ്മിലുള്ള വ്യത്യാസം ഒരു 12 മണിക്കൂറെങ്കിലും വേണം എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങളുടെ ആഹാരത്തിലെ അംശങ്ങൾ ശരീരം ആഗിരണം ചെയ്യുകയുള്ളൂ എന്നാണ്. അതുപോലെ ഉച്ചയ്ക്ക് വളരെ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ അത് പരമാവധി ഒരു മണിക്കെങ്കിലും കഴിച്ചിരിക്കണം എന്നാണ് അവർ പറയുന്നത്. വൈകുന്നേരം 4:30 ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അംശം വലിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ നമ്മോട് പറയുന്നത്. പ്രമേഹം പോലെയുള്ള അസുഖമുള്ള ആളുകൾക്ക് ഉച്ചയ്ക്ക് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വളരെ വ്യക്തവുമാണ് ഇപ്പോൾ ഈ ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ നിന്നും. മാത്രമല്ല, ഈ ഉച്ചഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഒരുപാട് നീണ്ടു പോകുമ്പോൾ പിന്നെ അത്താഴം കഴിക്കാനും നമ്മൾ ഒരുപാട് വൈകും. അങ്ങനെ ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പണ്ട് മുതലേ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. രാത്രി വൈകി ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഭക്ഷണം നേരെ ചൊവ്വേ ദഹിക്കുകയില്ല എന്നും ഇത് ശരീരത്തിന് കേട് മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഇവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രാതൽ കഴിച്ചതിൻ്റെ 1-2 മണിക്കൂർ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഉച്ചഭക്ഷണം കൂടി കഴിക്കുകയാണെങ്കിൽ സന്ധ്യാവുന്നതിന് മുമ്പ് നമുക്ക് വിശപ്പ് തോന്നി തുടങ്ങും. ഈ നേരത്ത് നമ്മൾ ചെയ്യുന്നത് അത്താഴം കഴിക്കുന്ന പോലെ അത്രയും വിശദമായ ഭക്ഷണം ആയിരിക്കില്ല കഴിക്കുന്നത്. എന്തെങ്കിലും സ്നാക്സ് ആയിരിക്കും നമ്മൾ പ്രധാനമായി ആ നേരത്ത് കഴിക്കാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ ചായക്കൊപ്പമോ മറ്റോ സ്നാക്സ് കഴിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. പക്ഷേ ഈ സ്നാക്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം, ഇതിൽ പലതിലും പഞ്ചസാരയുടെയോ ഉപ്പിൻ്റെയോ അളവ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്നാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് രാവിലെ പ്രാതൽ കഴിച്ചതിന് തൊട്ട് പിന്നാലെ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ സമയക്രമം വളരെ കൃത്യമായി പാലിക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ദീർഘായുസ്സിനും ഒക്കെ തന്നെ ഏറ്റവും ഉചിതമായ കാര്യം എന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ഈ ഗവേഷകർ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, രാത്രി വളരെ വൈകി ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത് എന്നാണ്. പലപ്പോഴും നമ്മൾ പലരും ജീവിതത്തിലെ തിരക്കുകളിൽപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റോ പുറത്തായിരിക്കുകയും വളരെ വൈകി മാത്രം വീട്ടിലേക്ക് മടങ്ങിയെത്തുക, അതല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഹോട്ടലിൽ നിന്നൊക്കെ തന്നെ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കുമൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവർക്ക് മറ്റുള്ള കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നവരെ അപേക്ഷിച്ച് പലവിധ രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്നാൽ നമ്മളിൽ പലരും ഇതിനെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന പലരും, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ പോലെയുള്ള രാത്രി കാലങ്ങളിൽ പുലർച്ചയോളം ജോലി ചെയ്യുന്ന പലരും ഈ അസമയത്ത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ള നിരവധി പേരുണ്ട്. ഇവരെ സംബന്ധിച്ച് വളരെ താമസിയാതെ തന്നെ ഇവർക്ക് ഏതെങ്കിലുമൊക്കെ തന്നെ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഒക്കെ തന്നെ വളരെ വ്യാപകമാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലുപരി എപ്പോൾ കഴിക്കുന്നു എന്നതിന് കൂടുതൽ പ്രാമുഖ്യം നൽകിയാൽ മാത്രമേ നമുക്ക് ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഗവേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, എപ്പോൾ കഴിക്കുന്നു എന്നത് തന്നെയാണ്